നമസ്കാരം, ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ ഇപ്പം വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ നമ്മള് പല കാര്യങ്ങളും അല്ലെ സമയമില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അത് സ്നേഹമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, ഒക്കെ നമ്മൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഓട്ടം പാച്ചിലിന്റെ ഇടയിൽ അറിയാതെ സംഭവിച്ചു പോണതായിരിക്കാം. എന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ഇപ്പൊ സൗഹൃദങ്ങളൊക്കെ നമ്മൾ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ നമ്മൾ സമയമില്ല എന്നുള്ളതിന്റെ പേരിൽ അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് കുറെ ഇടയ്ക്കൊക്കെ. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനെ കൊല്ലം സൈഡിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആൺ സുഹൃത്തല്ല, പെൺ സുഹൃത്താണ്. പക്ഷെ അവര് പിന്നീട് നമ്മളെ എന്നും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവരുമായിട്ട്. അങ്ങനെ ഇതുപോലെ സിനിമ ഷൂട്ട് തുടങ്ങിയ സമയത്ത് സത്യത്തില് പിന്നീട് സമയം തീരെ ഇല്ലാത്ത പോലെ ആയിപ്പോയി. കാരണം ഓട്ടം പാച്ചിലിന്റെ ഇടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം 11 മണി വരെ ഓട്ടം പാച്ചിലുമാണ്. ആ 11 മണിക്ക് ആണ് നമുക്ക് കുറച്ചു നേരം കിടക്കാൻ പറ്റുക. ആ 11 12 മണിയൊക്കെ ആവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട സമയത്ത് മെസ്സഞ്ചർ ഒന്നും നോക്കാറില്ല പൊതുവെ. അപ്പൊ അങ്ങനെ മെസ്സഞ്ചറിൽ കുറെ എന്താ വിളിക്കാത്ത, ഒന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജുകൾ ഒക്കെ അയച്ചിട്ടുണ്ട്. അന്ന് ഞാനൊന്നും കണ്ടിട്ടുമില്ല. ഒന്നിനെ കുറിച്ചും അറിയാതെയെങ്കിലും മറന്നുപോയി ഞാൻ. അപ്പൊ എന്നും വിളിച്ചിരുന്ന ആളുകളാണ്. പിന്നീട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പാക്കപ്പ് പറഞ്ഞു പോകുന്നു. അതിന്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് വേറൊരു ആള് എനിക്കൊരു മെസ്സേജ് അയച്ചു, അവര് മരിച്ചു എന്ന്. സത്യത്തില് 2-3 പ്രാവശ്യം പിന്നെ കോള് ഞാൻ അതിനുശേഷം അടിച്ചിട്ടൊന്നും കിട്ടിയില്ല കോള്. പിന്നീട് ഈ മെസ്സേജ് ഒന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ പിന്നീടാണ് ഞാൻ കണ്ടത്, നോക്കിയതും. കുറച്ച് ഗ്യാപ്പ് വന്നു, ഒരു 1.5 മാസത്തോളം ഗ്യാപ്പ് വന്നു. അവർക്ക് എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്നും ഒന്നും അറിയാൻ സാധിച്ചില്ല. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നത് എന്നോടാണ്. നല്ലൊരു സൗഹൃദമായിരുന്നു അത്. അപ്പോ എനിക്ക് പക്ഷെ അതൊന്ന് റിക്കവർ ചെയ്യാൻ ഞാൻ കുറെ ദിവസങ്ങൾ എടുത്തു. എന്റെ കൂട്ടുകാരൊക്കെ അതിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. മാനസികമായിട്ട് തകർന്നു പോലെ. കാരണം എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കായിരുന്നു, രാത്രി ആണെങ്കിലും 11 മണിക്കാണെങ്കിലും 12 മണിക്കൊക്കെ. പക്ഷെ ആ തിരക്കുകളുടെ ഇടയിൽ എല്ലാം മാറ്റി വെക്കപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ഒരു നേരമെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. അതൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് മാനസികമായിട്ട് ഞാൻ തളർത്തിയൊരു സംഭവമാണ്. അതിനുശേഷം മാക്സിമം ഒക്കെ ഞാൻ എല്ലാ കൂട്ടുകാരെയും എല്ലാ ആളുകളെയും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ അധികം മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇതുമാതിരി ഇപ്പൊ ഇന്ന് വിളിക്കണം, നമുക്ക് ഒരാളെ വിളിക്കണം തോന്നാണ്. അപ്പൊ നമ്മൾ മാനസികമായിട്ട് വിചാരിക്കുകയാണ് ഇന്ന് വേണ്ട, ഒരു 2 ദിവസം കഴിയട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് വിചാരിക്കണ്ട, നമ്മൾ ഇന്ന് വിളിക്കാം നമുക്ക് അവരെ. അപ്പൊ എന്തായാലും നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്ന സമയം പോലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സുഹൃത്ബന്ധം അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ആർക്കാർക്കും പരസ്പരം സമയമില്ല. അപ്പോ സമയക്കുറവ് മൂലം ഒരിക്കലും നിങ്ങളുടെ സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഇത്തരത്തിലുള്ള ഇതൊന്നും മാറ്റിവെക്കരുത്. കാരണം അത് പിന്നീട് നൽകുന്നത് വലിയൊരു വേദനയായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ ഒരു ഇത് വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക്. അപ്പൊ ഒരിക്കലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് സമയമില്ലാത്ത സമയത്ത് ശരി, അല്ലാതെ നമുക്ക് ചിലപ്പോൾ മാറ്റി വെക്കാൻ പറ്റുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്തെ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് ചില ബന്ധങ്ങളെ തള്ളിക്കളയരുത്. നമ്മൾ മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഒക്കെ ഒരു ദിവസം ചാറ്റിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കൂടിയോ ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ കഴിയുന്ന സമയങ്ങളിൽ അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നീട് നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം. കാരണം എന്തായിരുന്നു അവരുടെ അസുഖം എന്ന് പോലും, ഒരു വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. എന്തായിരുന്നു ആ അസുഖം എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടുണ്ടായ ഒരു അപാകതയാണ്. പക്ഷെ മാനസികമായിട്ട് പെട്ടെന്ന് നമ്മൾ അത്രയും എന്നും വിളിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നും സംസാരിച്ചിരുന്ന ഒരാൾ പലപ്പോഴും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല.
അപ്പോൾ അതിനുശേഷം ഞാനെടുത്തൊരു തീരുമാനം അതാണ്. ഒരിക്കലും സമയക്കുറവ് മൂലം, സമയമില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ സൗഹൃദങ്ങളെ ആരെയും, ഇപ്പൊ ഞാൻ പലപ്പോഴും ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ കുറെ ആളുകൾക്ക് അറിയാം, ഞാൻ പലരെയും ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കാറുണ്ട്. അങ്ങോട്ട് വിളിച്ചെന്താണ് വിശേഷം കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അത് നമ്മൾ അങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം. നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത്. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് നമുക്ക് വലിയ നഷ്ടങ്ങളിലേക്കാണ് നമ്മളെ എത്തിക്കുക. അതുകൊണ്ട് സമയക്കുറവ് മൂലം ഒരു സൗഹൃദങ്ങളും അതേമാതിരി ബന്ധങ്ങളും നഷ്ടപ്പെടുത്തരുത്. അത് പിന്നീട് വലിയ വേദന ഉണ്ടാക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ കഥയല്ല, അത് സംഭവിച്ചൊരു കാര്യത്തിൽ കൂടി അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നന്ദി, നമസ്കാരം.